കപ്പൽ തീപിടുത്ത അപകടത്തെ തുടർന്നുണ്ടായ ആദ്യ ഇന്ധന ചോർച്ച അടച്ചു. ഇന്ധന ടാങ്ക് 22-ലെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ചോർച്ചയാണ് അടച്ചത്. തീ അണയ്ക്കാൻ ഹെലികോപ്റ്ററിൽ നിന്ന് രാസവസ്തുവായ ഡ്രൈ കെമിക്കൽ പൗഡർ വിതറി. നന്ദസാരഥി എന്ന കപ്പൽ കൂടി ഇന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാകും. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, വളരെ നിർണായകമായ രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇന്ന് എന്താണ് സ്ഥിതി? തീ എപ്പോഴേക്കും പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ പല നീക്കങ്ങളും നടന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതായത് ഈ കപ്പലിന് തീപിടിച്ച് 3 ദിവസം പിന്നിട്ടപ്പോഴാണ് കാര്യമായ ഒരു ഇടപെടലുകൾ നടത്താൻ നമ്മളുടെ സേനകൾക്ക് കഴിഞ്ഞത്. എന്തായാലും കപ്പലിൻ്റെ നിയന്ത്രണം ഏറെക്കുറെ ഏറ്റെടുക്കാൻ നാവികസേനയ്ക്കും ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഡ്രൈക്ലോറിൻ അടക്കമുള്ള രാസവസ്തുക്കളും ഇപ്പോൾ കപ്പലിലേക്ക് വിതറാൻ കഴിഞ്ഞിരിക്കുന്നു. അതും നാവികസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം മുകളിൽ നിന്നും ഈ തീയണക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കൃത്യമായി കപ്പലിൻ്റെ മധ്യത്തിൽ തന്നെയാണ് തീ പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തീ അണക്കാൻ പല ഘട്ടങ്ങളിലും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, കപ്പലിലേക്കുള്ള ഇന്ധന ചോർച്ച പൂർണ്ണമായും അടക്കാൻ കഴിഞ്ഞു. നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഓയിൽ ടാങ്ക് 22-ലേക്കുള്ള പൈപ്പ് സൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ സൗണ്ടിങ് പൈപ്പിലേക്കുള്ള ചോർച്ചയാണ് പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. അത് വലിയ വിജയമായിട്ട് തന്നെയാണ് ഈ സേനകൾ കാണുന്നത്. കൂടാതെ കപ്പൽ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പലിനെ എത്രയും പെട്ടെന്ന് തീയണച്ച് തീരത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദകിഷോർ അടക്കമുള്ള കപ്പലുകൾ ഇനി ഈ തീയണക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ഉടൻ തന്നെ ചേരുകയും ചെയ്യും. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.